മാബലി നാടു വണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊങ്ങാർക്കും മട്ടില്ലതാ. ഒരു ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ബൈക്ക് വരുന്നു, ഒരു ബൈക്കുകാരൻ ചെക്കൻ ഇങ്ങനെ വട്ടം കറങ്ങണു. 2 മിനിറ്റ് കഴിഞ്ഞു, കുട്ടി വേഗം മാസ്ക് ഇടുന്നു, ഹെൽമെറ്റ് ഇടുന്നു. ഏതൊക്കെയോ ലോഡ്ജുകളിൽ മുറികളെടുത്ത് അടിച്ചു പൊളിച്ച് വേശ്യാവൃത്തി കഴിഞ്ഞിട്ടാണ് മക്കൾ വീട്ടിലേക്ക് കുടുംബത്തേക്ക് എത്തിവിടുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഗോഡ് ഈസ് ലവ്. നമസ്കാരം. ഷുഹൈബ് സ്നേഹാലയം. ശ്യാം സുന്ദറാണ്. നിലമ്പൂർ ശ്യാം സുന്ദർ സ്നേഹാലയം. നമ്മൾ പറഞ്ഞു വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ഇസ്ലാം എന്ന സമാധാനം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. 3 വ്യക്തികളെയാണ് ഇന്ന് നാം പറയുന്നത്. ഒന്ന് മുഹമ്മദ് നബി, ഒന്ന് ഈസാ നബി, ഒന്ന് മഹാബലി ചക്രവർത്തി. ഈ 3 പേരിലും ഏറ്റവും നല്ല നന്മയുണ്ട് എന്നതാണ് സത്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന 3 വ്യക്തികളാണ്. ഇവരിൽ 3 വ്യക്തികളിലും ദൈവികതയുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ഒരു ദൈവിക അറിവിൽ വെച്ച് തന്നെയാണ്, അറിവ് എനിക്ക് നൽകപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. മഹാബലിയുടെ ഭരണം, അത് മുഹമ്മദ് നബിയുടെ ഭരണവും സമാധാനമാണ്, മഹാബലിയുടെ ഭരണവും സമാധാനമാണ്, ഈസാ നബിയുടെ ഭരണവും സമാധാനമാണ്. പക്ഷേ എങ്കിലും മുഹമ്മദ് നബിയുടെ കാലത്തുണ്ടായ ചില പ്രശ്നങ്ങളും അക്രമങ്ങളും നമുക്ക് നമ്മുടെ സമാധാന അന്തരീക്ഷം തകർത്തതിനെ തുടർന്നു ഈസാ നബിയുടെ പേരിലുണ്ടായ ചില പ്രശ്നങ്ങളും കാരണം മഹാബലിയുടെ ഭരണം, അത് നബിയും ഈസാ നബിയും ഒക്കെ അംഗീകരിക്കുന്നതാണ്. ഇത് സത്യത്തിൽ ഇങ്ങനെ ഒരു ഭരണം നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സത്യവുമാണ്. കഥയല്ലത്. മാബലി നാടു വണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊങ്ങാർക്കും മട്ടില്ലതാനും ആദികൾ വ്യാധികളൊന്നുമില്ല ബാലാമരണങ്ങൾ കേൾപ്പാനില്ല കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പുളിവചനം. ഇങ്ങനത്തെ ഒരു ഭരണം നമുക്കുണ്ടാവണമെങ്കിൽ നാം ഓരോരുത്തരും തീരുമാനിക്കണം, നാം ഓരോരുത്തരും അതിലേക്ക് പരിശ്രമിക്കണം. ഭരണാധികാരികളോ രാഷ്ട്രീയ പാർട്ടികളോ ഒന്നുമല്ല മനുഷ്യനെ നന്നാക്കുന്നത്. അള്ളാഹു പറയുന്നത് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഇങ്ങനത്തെ ഒരു സമുദായം ഇവിടെ ഉണ്ടാവട്ടെ. അങ്ങനെ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ ലോകം സമാധാനം, അള്ളാഹിൻ്റെ മതത്തിലേക്ക് വരും. ഇവിടുത്തെ ജീവിതം സമാധാനമാകും. അതിന് നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇന്ന് ഏറ്റവും വ്യഭിചാരം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. 8 കൊല്ലം മുമ്പേ നിലമ്പൂർ സ്റ്റാൻഡിലും പരിസരത്തൊന്നും കാണാത്ത കാര്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ രാവിലെ ആയാൽ അവിടെ വന്ന് നിൽക്കുന്നതും കൂൾബാറുകളിൽ കയറുന്നതും പരസ്പരം ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വിഷമകരമായ സാഹചര്യമാണ് ഇന്നുണ്ടാകുന്നത്. അതിൽ നിന്നൊരു മാറ്റം വേണം. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ മാത്രമാണോ ഇവരിങ്ങനെ ചെയ്യുന്നത് എങ്കിൽ നാം ഓരോരുത്തരും വ്യക്തികളാണ്, നമുക്കും വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഇവിടെ നല്ല കുടുംബങ്ങളുണ്ട്, നല്ല ബന്ധങ്ങളുണ്ട്, അവരുണ്ട് എന്നിവർ മനസ്സിലാക്കണം. നമ്മുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കാൻ ഇവരെ ഈ കാര്യങ്ങൾ വൃത്തികേട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നത് സത്യമാണ്. ബസ്സിലൊക്കെ ഉണ്ടാകുന്നതും ഭയങ്കര മാരകമായ നമ്മുടെ നല്ല കുടുംബത്തിന് വരെ അപകടം വരുത്തി വെക്കുകയാണ്. ഇവരെ കാഴ്ചകൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നോക്കുകയാണ്, ഇവരെ കെട്ടിപ്പിടുത്തതൊക്കെ. അപ്പോൾ എന്താണ് ഞങ്ങൾക്കുണ്ട് വ്യക്തി സ്വാതന്ത്ര്യം, അവർക്ക് മാത്രമല്ല. അപ്പം ഞങ്ങളെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഇത് ഹനിക്കുകയാണ്. അങ്ങനെ ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ അവർക്കുണ്ട് വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ. അവരിപ്പോൾ വിവാഹത്തിലേക്ക് നാളെ ഇങ്ങനെയൊക്കെ മോശമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ വിവാഹത്തിൽ വരുമ്പം അവർ കിട്ടുന്ന ഭർത്താവ് ചിലപ്പോൾ ഏറ്റവും നല്ല ആളാവും. ഇയാളെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും അതേമാതിരി ഇയാളെ കുടുംബങ്ങൾ, ഇതൊക്കെ കുടുംബത്തിനും ഇതൊക്കെ എല്ലാവർക്കും ഹനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വിട്ടിട്ടുള്ള ഈ തീരുമാനം ഇത് ആരും യോജിക്കരുത്. ഇതൊറ്റക്കെട്ടായി
നീങ്ങണം. ഈ വ്യക്തി സ്വാതന്ത്ര്യം നമ്മളെ ലോകത്തെ നശിപ്പിക്കുകയാണ്. അപ്പം നല്ലൊരു കുടുംബം ഇവിടെ ഉണ്ടാവാനാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ആ നല്ലൊരു ദാമ്പത്യം, വ്യഭിചാരം തൊട്ടു തീണ്ടാത്തൊരു ദാമ്പത്യം ഉണ്ടായാൽ നമുക്ക് സുഖസുന്ദരമായിട്ട് ഇവിടെ ജീവിക്കാം. കൂടുതൽ പണം വേണ്ട, മഹർ വേണ്ട, മനപ്പൊരുത്തം, സ്ത്രീധനം വേണ്ട, മനപ്പൊരുത്തം. ഇങ്ങനെ എല്ലാവരും തീരുമാനിച്ച് നന്മയിലൂടെയുള്ള ഭരണം, അതാണ് ഞങ്ങളെ തീരുമാനം എന്നാണ് ഞങ്ങൾ രണ്ടാളും ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാനും കുടുംബം തന്നെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ തീരുമാനം മഹാബലിയുടെ ഭരണം എന്നതാണ്. ശ്യാമിന് പറയാനുള്ളത്. നമസ്കാരം. ഷുഹൈബ് പറഞ്ഞ പോലെ ശാന്തിയും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന ജീവിതമാവണം നമ്മുടെ ഓരോ കുടുംബത്തിൻ്റെയും. അവിടെ അനാവശ്യമായ കൂട്ടുകെട്ടുകളിലൂടെയാണ് നമ്മുടെ യുവതലമുറ നശിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ കാലത്ത് മഹാബലിയുടെയൊക്കെ ആ കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും എവിടെയും സന്തോഷം, സമാധാനം, എല്ലായിടത്തും എവിടെയും അക്രമമോ വ്യഭിചാരമോ അനാവശ്യമായ കാഴ്ചകളൊന്നും എവിടെയും കാണില്ല. അത്രയ്ക്കും ശാന്തിയും സമാധാനമായ ഒരു കാലഘട്ടം തന്നെയായിരുന്നു ആ പഴയ മഹാബലിയുടെ കാലഘട്ടം. മഹാബലി കേവലം ഒരു സ്റ്റോറിയല്ല, അതൊരു കഥാപാത്രവുമല്ല. അതുപോലെ ഈ കേരളത്തിൻ്റെ മണ്ണിൽ തന്നെ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ അതിവേഗത്തിലുള്ള കുതിച്ചുകയറ്റം കൊണ്ട് നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും, കുടുംബത്തിലെ കുട്ടികളടക്കം മുതിർന്നവരടക്കം എല്ലാവരും വളരെ അപകടമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പലതവണ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്നും നമുക്ക് ചുറ്റും കാണുന്ന കാഴ്ചകൾ അതുതന്നെയാണ്. എവിടെയും അനാശാസ്യം പറയാതിരിക്കാൻ വയ്യ. അപ്പം നമ്മൾ പറയും, ഇവരാരാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പം വിമർശിക്കാനും പരിഹസിക്കാനും ഉപദ്രവിക്കാനും എല്ലാവരെ കൊണ്ടും കഴിയും. പക്ഷെ പച്ചയ്ക്ക് മറ്റുള്ള ജനങ്ങളുടെ ഇടയിലേക്ക്, സമൂഹത്തിൻ്റെ ഇടയിലേക്ക് തുറന്നു പറയാൻ ഞങ്ങൾക്ക് കഴിയുന്ന പോലെ നിങ്ങൾക്കും കഴിയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മൾ നല്ലതാണ് ചിന്തിക്കുന്നത്, നമ്മുടെ തലമുറ നശിച്ചു പോവാതിരിക്കാനാണ്. കേസും കോടതിയും പോലീസും ജയിലും അങ്ങനെയുള്ള അവസ്ഥയിലേക്കും സമൂഹത്തിൽ അപഹാസ്യരായിട്ട് കുടുംബത്തിന് മാനക്കേടായിട്ട് നമ്മുടെ കുട്ടികൾ വളരാതിരിക്കാനും കൂടിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാഴ്ചപ്പാട് മുമ്പ് നിങ്ങളൊരു വീഡിയോ ചെയ്തു. 28,000 ആളുകൾ കണ്ടു. ഒരുപാട് അഭിനന്ദന പ്രവാഹം തന്നെയായിരുന്നു. കാരണം ഇത് ഞങ്ങളെ അഭിനന്ദിക്കുന്നത് കാരണം ഇതുപോലെ എല്ലാവരുടെ മനസ്സിലുണ്ട്, എല്ലാവർക്കും പറയണമെന്ന് ആഗ്രഹവുമുണ്ട്. പക്ഷെ സമൂഹത്തിലെ അവരുടെ മാന്യതയും അല്ലെങ്കിൽ കുടുംബത്തിലെ അവരുടെ ആ അവസ്ഥയും സിറ്റുവേഷനും ഒന്നും തന്നെ അതിന് അനുകൂലമല്ലാത്തതുകൊണ്ടാണ് ആരും പ്രതികരിക്കാത്തത്. പിന്നെ നിയമത്തിൻ്റെ പ്രതിയാക്കുന്ന ചില നിയമ കാഴ്ചപ്പാടുകളും എല്ലാം അവരെ ഭയപ്പെടുത്തുന്നു. നമ്മൾക്കും എല്ലാ നിയമത്തെയും നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്, പക്ഷെ ഭയക്കാറില്ല ഒരുത്തിനെയും ഒന്നിനെയും. കാരണം ഞങ്ങൾ സ്വതന്ത്ര ചിന്താഗതിക്കാരാണ്. സ്വതന്ത്രമായി തന്നെ നമ്മളത് മുന്നേറും. നല്ലതാണ് പറയുന്നത്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ആരെയും മോശക്കാരാക്കുകയല്ല, നന്മയാണ് ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലാക്കാൻ എത്ര തിന്മയുള്ളതായി നടക്കുന്ന ആളുകൾക്കും അത് ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ കുട്ടികളെ നന്നായി ശ്രദ്ധിക്കുക. കാരണം ഇതൊരു വീണ്ടും 10 വീഡിയോ ചെയ്താലും 100 വീഡിയോ ചെയ്താലും തീരാത്തത്ര കളങ്കമാണ് നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നിലമ്പൂര് മാത്രമല്ല, എല്ലാ ജില്ലകളിലും എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ രാജ്യത്തും നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു അർബുദമാണ് ഈ വൃത്തികെട്ട കുട്ടികളുടെ ഈ പോക്കുവരവ്. മദ്യപിക്കുന്നതും പുകവലിക്കുന്നതും ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നതും ഇത് ചില്ലറയല്ല. കുഞ്ഞു കുട്ടികൾ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് 10 അങ്ങനെ തുടങ്ങും കുട്ടികളുടെ പ്രണയ ലീലകൾ, അവരുടെ മൊബൈൽ ഫോണിലുള്ള സംസാര രീതികൾ. ഇത് നമ്മൾക്ക് മിണ്ടാതിരുന്നാൽ മതി, നമ്മൾക്കും അതിൽ കാഴ്ചക്കാരാകാം, വേണമെങ്കിൽ അതും നമുക്കും ആസ്വദിക്കാം. ആരെങ്കിലും വേണ്ടേ ഇതിനെതിരെ പ്രവർത്തിക്കാനും പ്രതികരിക്കാനും വേഷം കെട്ടാനും?
അപ്പം അതുകൊണ്ട് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളെയും നമ്മൾ ആദ്യം നന്നാക്കുക. അതിനു മുമ്പേ നമ്മൾ തന്നെ സ്വയം നന്നാവാൻ ശ്രമിക്കുക. നമ്മൾ നന്നായിട്ട് വേണമല്ലോ നാട് നന്നാക്കാനും വീട് നന്നാക്കാനും. നമ്മൾ നന്നാവാതെ എങ്ങനെയാണ് നമ്മളെ കുടുംബം കുട്ടികൾ നന്നാവുക? അതുപോലെ തന്നെ എങ്ങനെ നാട് നന്നാക്കാൻ ഇറങ്ങുക? നമുക്ക് ചുറ്റുമുള്ള അനീതികളും അക്രമങ്ങളും തെമ്മാടിത്തരങ്ങളും ഇതെല്ലാം നമ്മൾ ആദ്യം സ്വയം നന്നായിട്ട് ശേഷം അടിച്ചമർത്തുക. അത് പറയേണ്ട വിഷയമായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. കാരണം ഇന്നലെയും ഞങ്ങൾ കണ്ടു, ഞങ്ങൾ ഒരു കോളനി ഭാഗത്ത് പോയി കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളുമായി അവർക്ക് വേണ്ട സഹായങ്ങളും എല്ലാം ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ കണ്ട കാഴ്ചകളാണ്. മറവിലും പൊന്തക്കാട്ടിലും പുഴയിലും എല്ലാം പല പല ഭാഗങ്ങളിൽ മൊബൈലും പിടിച്ച് കുട്ടികൾ വരുന്നു. ഇപ്പോൾ ഇന്നലെ ചെറിയ ഉദാഹരണം, നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ ഞങ്ങളിങ്ങനെയൊക്കെ നോക്കിയിരിക്കുകയാണ്. വണ്ടിയിൽ കുട്ടികൾ വരുന്നു, അപ്പോഴും ബൈക്ക് വരുന്നു. ഒരു ബൈക്കുകാരൻ ചെക്കൻ ഇങ്ങനെ വട്ടം കറങ്ങണു. 2 മിനിറ്റ് കഴിഞ്ഞു കുട്ടി വേഗം മാസ്ക് ഇടുന്നു, ഹെൽമെറ്റ് ഇടുന്നു. ഒന്നും മിണ്ടാതെ ആ ചെക്കൻ്റെ കൂടെ ബൈക്കിലാണ് പോകുന്നു. രക്ഷിതാക്കൾ ചിന്തിക്കുന്നുണ്ടോ? അവർ സങ്കടപ്പെടുന്നില്ലേ? നമ്മുടെ മക്കൾ പഠിച്ച് വളർന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് നോക്കിയിരിക്കുകയാണ് അല്ലേ? എവിടേക്കാ? ഏതൊക്കെയോ ലോഡ്ജുകളിൽ മുറികളെടുത്ത് അടിച്ചു പൊളിച്ച് വേശ്യാവൃത്തി കഴിഞ്ഞിട്ടാണ് മക്കൾ വീട്ടിലേക്ക് കുടുംബത്തേക്ക് എത്തിവിടുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഇതിലൊരു കാര്യം കൂടി പറയാനുള്ളത്, നാം ഇപ്പോൾ പറഞ്ഞത് പിന്നെ വ്യഭിചാരത്തിൻ്റെ കാര്യത്തിലാണ്. അത് ശ്രദ്ധിക്കണം, അതീവ ജാഗ്രത നമ്മളെല്ലാവരും പുലർത്തുക. ഇങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ അത് മൈൻഡ് ചെയ്യാതെ അത് ആസ്വദിച്ചോ അല്ലെങ്കിൽ അതിലേക്ക് സപ്പോർട്ടോ ചെയ്ത് നാം ഒരിക്കലും നീങ്ങരുത്. ഇപ്പോൾ ഇന്നലെ സ്ഥലത്ത് പോയപ്പോൾ എൻ്റെ എടുത്തു കൂടെ പോണത് 10 ഇണകളാണ്. 10 ഇണകൾ പറഞ്ഞാൽ ഒരു സുഖമില്ലാത്ത ആൾക്കാരാണ്, 2 ആൾക്കാരും. ഇത് അങ്ങനത്തെ ആളുകളെ കണ്ടിട്ട് നമ്മളൊരു എതിരും കൂടി പറയാതെ, അവ ചെറിയ ചെറിയ പിന്നെ പെൺകുട്ടികളൊക്കെയാണ്. അപ്പോൾ ഇതിന് നമ്മൾ എതിർക്കണം, ഒരു കുഴപ്പമില്ല. ആരും ഇവിടെ നിയമപരമായിട്ട് ഇതിനെ എതിർത്താൽ ആരും ഇവിടെ തൂക്കിക്കൊണ്ടുപോകുമോ ജയിലിലേക്ക് കൊണ്ടുപോകുന്നില്ല. അങ്ങനത്തെ നിയമമല്ലത്. ഇതൊരു വ്യക്തി സ്വാതന്ത്ര്യത്തിലെ പേരിലുണ്ടായ നിയമമാണ്. അപ്പോൾ നമ്മളെ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കുന്ന രീതിയിലുള്ള വ്യക്തി സ്വാതന്ത്ര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത്. നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതോട് കൂടി എല്ലാവരും ഇതിലേക്ക് അഡിക്റ്റ് ആവുകയാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഒഴുക്കിന് നമ്മൾ പിന്തുടരുത്, അതിന് മാറ്റം വരുത്തണം. പിന്നെ അതേമാതിരി പറയാനുള്ളത് ലഹരികൾ. എന്തിനാണ് ഈ ചെറുപ്പത്തിൽ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒറ്റയ്ക്ക് വിടുന്ന ഒരു ടൂറിനും ഒറ്റയ്ക്ക് അയക്കുന്ന ഒരു സമ്പ്രദായം കൂടുതലായിട്ട് വരികയാണ്. അതുകൊണ്ടാണ് വളരെ തെറ്റായ തിന്മകൾ നടമാടിക്കൊണ്ടിരിക്കുക. ഈ മദ്യം എന്ന് പറഞ്ഞാൽ ഒരു സുഖമില്ലാത്ത ലഹരിയാണ്. അതിന് അടിമപ്പെട്ടുകൊണ്ടാണ് അവർക്കതിനെപ്പറ്റി അറിയാത്തത്. അത് സത്യത്തിലൊരു ലഹരിയല്ല, അതിലൊരു സുഖമല്ല. യഥാർത്ഥ ജീവിതത്തിലാണ്, നല്ല കുടുംബത്തിനാണ് സുഖം എന്നത് തിരിച്ചറിഞ്ഞ് ഒരുപാട് ആളുകൾ ഇന്നുണ്ട്. മദ്യം സുഖമല്ല, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങളതിൽ പെട്ടുപോയി എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ, തിരിച്ചു വന്ന ആൾക്കാർ. അത് സത്യത്തിൽ എന്തോ ഒരു ലഹരിയാണ്. സത്യത്തിൽ മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളെയും അത് തകർത്തുകൊണ്ട്, യഥാർത്ഥത്തിലുള്ള വികാരങ്ങളെ തകർത്തുകൊണ്ട് നമ്മളെ ഞരമ്പുകൾക്ക് തൽക്കാല ഒരു ഉത്തേജനം നൽകി നമ്മളെ ഞരമ്പുകളെ തളർത്തുന്ന എല്ലാ കാര്യത്തിലും നമ്മളെ കാഴ്ചകളെ തളർത്തും, കേൾവിയെ തളർത്തും. എല്ലാം നമുക്കൊരു പിന്നെ കാഴ്ചകളൊന്നും ക്ലിയർ അല്ല നമ്മൾ മദ്യപിച്ച ഒരാൾ. ഇതറിയാതെ ഒരുപാട് ആൾക്കാർ ഇതന്നെയാണ് ലഹരി, ഞങ്ങൾ തന്നെയാണ് വലിയ സുഖത്തിൽ എന്ന് ചിന്തിക്കുകയാണ്. ഇതല്ല സുഖം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. യഥാർത്ഥ സുഖങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. സ്ത്രീകളും പെൺകുട്ടികളടക്കം ഇപ്പോൾ ലഹരിക്ക് അല്ലെങ്കിൽ മദ്യത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ വീടുകളിലും ഭാര്യ ഭർത്താവിന് കൊടുക്കുന്നു, ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്നു, ചിയേഴ്സ് പറയുന്നു കുട്ടികളുടെ മുമ്പിൽ. ആ ചിയേഴ്സ് പറയുമ്പോൾ ആ കുട്ടികളും അടുത്ത മദ്യപാനികളായി മാറുന്നു. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ. ഞങ്ങൾ കൂടുതൽ പറയുന്നില്ല, എല്ലാവരും ഷെയർ ചെയ്യുക, പരസ്പരം ഷെയർ ചെയ്യുക. എല്ലാവരും ഒത്തൊരുമിച്ച് നമ്മുടെ തിന്മക്കെതിരിൽ അവനാ നന്നാവുക, കുടുംബം നന്നാവുക. നമ്മൾ ഒരുമിച്ച് എല്ലാവരും തീരുമാനിക്കുക. അങ്ങനെ നാട് നന്നാവുള്ളൂ എന്നല്ല പറയുന്നുണ്ട്. വെറുതെ ഒരു നാട് നന്നാക്കാൻ ആർക്കും കഴിയില്ല. രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തെറ്റായ ചിന്തകളിലൂടെ പോകുന്നത് കൊണ്ട് നാട് നന്നാക്കാൻ എല്ലാവരും ഓരോരുത്തരും നമ്മളെ മനസ്സ് ക്ലിയറാക്കുക, നന്നാവുക. എല്ലാത്തിനും ക്യാമ്പസ് വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് പരമാവധി ഇത്തരം വീഡിയോകളൊന്ന് പ്രചരിപ്പിക്കുക. കാരണം അവിടുത്തെ പ്രചരിക്കുന്നത് വെറും പ്രണയവും മദ്യവും സന്തോഷവും ചിരിയും കളിയും മാത്രമാണ് അവരുടെ ഫോണുകളിൽ ഉണ്ടാവുന്നത്. നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ അത് കേട്ട് കഴിഞ്ഞാൽ അരോചകമായി തോന്നുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് കൂടി താഴ്മയെ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ എളിയ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിലമ്പൂർ സ്നേഹാലയം സൊസൈറ്റി എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. നമ്മുടെ സ്നേഹാലയത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളും എല്ലാവരോടും വിനീതമായ നമസ്കാരവും. ഗോഡ് ഈസ് ലവ്. നമസ്കാരം.